ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കർ വെച്ചുള്ള കിച്ചൺ ടിപ്സും ട്രിക്സുമായിട്ടാണ് വന്നേക്കുന്നത്. വീട്ടുജോലികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന സാധനത്തിന് ഒന്നാണ് പ്രഷർ കുക്കർ. ഇത് ഉപയോഗിക്കുമ്പം വീട്ടമ്മമാർക്ക് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒത്തിരി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ കുക്കറിൻ്റെ അടിഭാഗത്തും പുറത്തും അകത്തും ഒക്കെ കറുത്ത മഞ്ഞയും പാടുകളൊക്കെ വരാൻ തുടങ്ങും. സ്പെഷ്യലി അലുമിനിയം കുക്കറിനകത്തൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുവേ, സൈഡിലത്തെ ആ പാടും കണ്ടോ അതൊക്കെ. അപ്പം നമുക്കിത് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്യാൻ എടുക്കാവുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. എൻ്റെ രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ സെയിം അളവിൽ ഇച്ചിരി വിനെഗറും ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇച്ചിരി ഡിഷ് വാഷ് ലിക്വിഡും ഒഴിച്ചു കൊടുക്കുവേ. ഇതെല്ലാം കൂടെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് വേണ്ടിയ ഏത് പാത്രത്തിന് ഇങ്ങനത്തെ കറുത്ത മഞ്ഞയൊക്കെ പാട് പിടിച്ച് ഇങ്ങനെ മുഷിഞ്ഞിരിക്കുന്ന പാത്രങ്ങളുടെ ഒക്കെ പുറത്ത് നമുക്ക് ഈ പേസ്റ്റ് തേച്ച് കൊടുക്കാൻ പറ്റുവേ. അപ്പോൾ ഏത് പാത്രങ്ങളായാലും നമുക്കിത് തേച്ച് കൊടുക്കാൻ പറ്റും. കോപ്പർ ആയാലോ അലുമിനിയം ആയാലോ സ്റ്റീലായാലോ ഏത് പാത്രം വേണമെങ്കിലും നമുക്കിത് ഈ സൊല്യൂഷന് നമുക്കിങ്ങനെ തൂത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് കുക്കറിലൊക്കെ പെട്ടെന്ന് ആവശ്യം ആ കുക്കറൊക്കെ കഴുകി എടുക്കണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് പിന്നെ നിങ്ങളൊന്ന് കഴുകി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം കുക്കർ ക്ലീൻ ആക്കാൻ വേണ്ടി ഇടത്തില്ലേ, അപ്പം തന്നെ നമുക്കിങ്ങനെ സൊല്യൂഷൻ തേച്ച് നല്ല തിളച്ച വെള്ളത്തിൽ രാത്രി മൊത്തം ഇങ്ങനത്തെ എല്ലാം പാടുകളുള്ള പാത്രങ്ങൾ മൊത്തം നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഈ സൊല്യൂഷനും ഇട്ട് പാത്രങ്ങളും ഇട്ട് കൊടുത്താൽ രാവിലെ ആകുമ്പം പെട്ടെന്ന് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിപ്പം ഗ്യാസ് സ്റ്റൗവിലെ പാടുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമേ. ഇപ്പം ആ ഗ്യാസ് സ്റ്റൗവും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഈ സൊല്യൂഷൻ തന്നെയാണ് യൂസ് ചെയ്ത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈവൻ നമ്മളുടെ ആ കറുത്ത സാധനം ഇല്ലേ, സ്റ്റൗവിൻ്റെ മേളിൽ ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സാധനം, ആ കറുത്ത സാധനവും നമുക്ക് ഇത് വെച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ലോണം അത് ക്ലീൻ ആയി കിട്ടിക്കോളുവേ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്ത് എടുക്കുവാണേ. അങ്ങനെ ഇപ്പം നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇപ്പം 10 മിനിറ്റ്സ് ഞാൻ വെച്ച കുക്കറായിരുന്നേ ഇങ്ങനെ സോപ്പ് പത തേച്ച്. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലോണം സ്ക്രബ്ബർ വെച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അലുമിനിയം സ്ക്രബ്ബർ വെച്ച് നല്ലോണം അതൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് കളയാൻ പറ്റും. ആ പാടുകളൊക്കെ ഒത്തിരി കഷ്ടപ്പെടാതെ തന്നെ ആ പാടുകളെല്ലാം പോയി കിട്ടുവേ. സാധാരണ ഇപ്പം ഡിഷ് വാഷ് ലിക്വിഡ് തന്നെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴേ അതിൻ്റെ ഈ പാടുകളൊക്കെ ഒട്ടും പോകത്തില്ല. ജസ്റ്റ് ഒന്ന് പാത്രമൊക്കെ ഒന്ന് ക്ലീനായി കിട്ടത്തേ ഉള്ളൂ. പക്ഷേ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഈ ലിക്വിഡ് ഉണ്ടാക്കി ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ കുക്കറും അടപ്പും വിസലും എല്ലാം കൂടെ ഇങ്ങനെ സ്ക്രബ്ബർ വെച്ച് തേച്ച് കൊടുത്താൽ നമ്മളുടെ കുക്കറൊക്കെ നല്ല പുത്തൻ പോലെ ഇരിക്കും. പാത്രങ്ങളൊക്കെ നല്ല പുത്തൻ മാതിരി ഇരിക്കും. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമേ, ലൈവായിട്ട് ഞാൻ ഇത് കാണിച്ചു തരുമായിരുന്നു. നമുക്ക് കണ്ടോ, നമ്മൾ ആ 10 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. ആ സൊല്യൂഷൻ വെച്ച് തന്നെ ഞാൻ അതിൻ്റെ കവറിങ്ങും വിസിലും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കുക്കർ നല്ല അടിപൊളി പുത്തൻ മാതിരി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പം മുട്ടയൊക്കെ പൊട്ടിപ്പോകാറുണ്ടല്ലേ.
അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി മുട്ട നല്ലോണം പൊട്ടാതെ നമുക്ക് കിട്ടുവേ. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ കുക്കറിൻ്റെ അടപ്പെ മൊത്തം ചീറ്റി വെള്ളവും എല്ലാം വെളിയിൽ പോകത്തില്ലേ. അപ്പം നമുക്കിങ്ങനെ എണ്ണ തൂത്ത് കൊടുത്താൽ അടപ്പയിൽ എണ്ണ തൂത്ത് കൊടുത്താൽ ഉണ്ടല്ലോ വെളിയിൽ പോകത്തില്ല, ഒട്ടും പോകത്തില്ല വെളി. അങ്ങനെ ഇപ്പം നമുക്ക് വെള്ളമൊന്നും പുറത്തേക്ക് പോകാതെ നമുക്ക് നല്ല വൃത്തിയോടെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റോടെ നമുക്ക് എല്ലാം കറികളൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ. എണ്ണയൊക്കെ നിങ്ങളൊന്ന് തൂത്ത് കൊടുത്താൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ഇപ്പം വെള്ളം ചീറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്വയർ കട്ടുള്ള ടിഷ്യൂ പേപ്പർ എടുക്കുക. അതിൻ്റെ മിഡിലിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വിസിലിൻ്റെ ആ ഹോളില്ലേ അവത്തേലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പക്ഷേ ഇത് ഒത്തിരി സൂക്ഷിച്ച് വേണം, ചിലപ്പം തീ കത്തും ടിഷ്യൂ പേപ്പറെ. അതുകൊണ്ട് അടപ്പിൻ്റെ ഇച്ചിരി കുഞ്ഞായിട്ടേ നിങ്ങൾ കട്ട് ചെയ്യാവുള്ളൂ. ഇത് ഇച്ചിരി വലിയതായിപ്പോയി കട്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ആ ടിഷ്യൂ പേപ്പർ വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും, പക്ഷേ ഒത്തിരി സൂക്ഷിച്ച് വേണേ. എന്നിട്ട് കുക്കർ വിസിൽ ചീറ്റുമ്പം ആ ടിഷ്യൂ പേപ്പറെ തന്നെ വീയും വെള്ളം, നമ്മളുടെ അടുപ്പേ വീയത്തില്ല. പിന്നെ ഇത് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സബോള കുക്കറിനകത്ത് ഒരു വിസിൽ വെച്ച് തന്നെ അത് നല്ലോണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഒരു കുക്കർ എടുക്കുക, അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ നല്ലോണം അത് സ്പ്രെഡ് ചെയ്തിട്ട് സബോള അരിഞ്ഞിട്ട് കൊടുത്താൽ ഒരു വിസിൽ മതി. ഒരു വിസിലിനകത്ത് തന്നെ നമുക്ക് സബോള പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റുമേ. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഒരു വിസിൽ വെച്ച് കുക്കറിനകത്ത് സബോള ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ പൾസസ് ഒക്കെ ഇല്ലേ, അത് നമ്മൾ കുക്കറിനകത്ത് ഇടുമ്പോഴത്തേക്കിന് എല്ലാം വെള്ളവും പിന്നെ അതിൻ്റെ മസാല എല്ലാം വെളി ചീറ്റാറുണ്ട്. അത് വെച്ച് തന്നെ എല്ലായിടത്തും പറ്റി പിടിക്കാറുണ്ടല്ലേ. അപ്പം തന്നെ നമ്മൾ ഇത് വേറൊരു ടിപ്പായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സ്പൂൺ നമുക്ക് വേവിക്കാൻ വെക്കുമ്പം കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നമ്മളുടെ പൾസസൊക്കെ ഇട്ടിട്ടില്ലേ അതിൻ്റെ കാട്ടിലും സ്വല്പം വെള്ളം കൂടുതൽ വെച്ച് കൊടുത്ത് വിസിലടുപ്പിച്ച വെള്ളം വെളി ഒട്ടും വരത്തില്ല. പൾസസ് എല്ലാം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രശ്നമായിട്ടുള്ള സാധനങ്ങൾ ആ വാഷർ അല്ലേ. കുക്കറിൻ്റെ വാഷർ പോയി കഴിഞ്ഞാൽ പിന്നെ കുക്കർ ചീറ്റത്തില്ല, കുക്കർ ചീറ്റും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളില്ലേ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കുക, അല്ലെങ്കിൽ ഇച്ചിരി നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് വാഷർ ഒരു 5-6 വട്ടം ഒന്ന് മുക്കിയെടുക്കുക. അപ്പം തന്നെ നമുക്ക് നമ്മളുടെ വാഷർ നല്ല ഫിറ്റായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് വാഷറിൻ്റെ പ്രശ്നം ഒഴിവാക്കി കിട്ടുവേ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ ഹാൻഡിൽ, പാനിൻ്റെ ഹാൻഡിൽ, കുക്കറിൻ്റെ ഹാൻഡിലൊക്കെ ലൂസായി പോകാറുണ്ടല്ലേ. അപ്പം അവിടെ ഇച്ചിരി സൂപ്പർ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ആ സ്ക്രൂ ഫിറ്റാക്കി കൊടുത്താൽ നമുക്ക് ഈ ഹാൻഡിൽ ഒന്നും ലൂസാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇത് എൻ്റെ ടെക്നിക്കാണ്. ഇപ്പം സ്ക്രൂ ഡ്രൈവർ ഇല്ലാത്ത ആൾക്കാർ ഞാനിപ്പോൾ ഇങ്ങനെ പീലർ വെച്ചാണ് ഈ സ്ക്രൂ ഇങ്ങനെ ഫിറ്റ് ആക്കുന്നത്. അതും ഒരു ടിപ്പാണ് കിച്ചൻ്റെ. അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ അരി ഇടുമ്പം കുക്കറിനകത്തെ വെള്ളവും ചീറ്റി മൊത്തം സ്റ്റൗവും ഗ്യാസും എല്ലാം ചീത്തയായി പോവും. അപ്പം നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യം വെള്ളം ഒന്ന് തിളച്ച് 3/4 ഭാഗത്തോളം വെള്ളം വെച്ചാൽ മതി. അതിൻ്റെ ഫുള്ളായിട്ട് വെള്ളം വെച്ചാൽ അത് മൊത്തം ചീറ്റി വെളിച്ചാടും. അതുകൊണ്ട് 1/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ട് അത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അരി ഇട്ട് കഴിയുമ്പോൾ ഒരു സ്പൂണും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ കൂടാതെ നമ്മൾ അടപ്പ് വെക്കുന്നതിൻ്റെ മുന്നേ കുക്ക് ചെയ്യേണ്ട സമയത്ത് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇടണ്ട. തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ആവി വരുമ്പോഴത്തേക്കിന് വിസിലിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഗ്യാസും നമ്മളുടെ വെള്ളം വെളി ചീറ്റാതെ നമുക്ക് ലാഭിക്കാൻ പറ്റുമേ ഗ്യാസ്. പിന്നെ കുക്കറും അധികം മുഷിയാതെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ വിസിലൊക്കെ നല്ലോണം അത് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. അതിനകത്ത് പൊടിയൊക്കെ ഇരുന്നാൽ പ്രഷർ വരത്തില്ല. അതുകൊണ്ട് വിസിൽ നല്ല ക്ലീൻ ആയോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഊതി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വിസിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ ഒന്ന് ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യണേ. ഫാമിലിയും ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നേ. താങ്ക് യു ഫോർ വാച്ചിങ്.